കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് സ്ട്രോങ് ലിഗാൻഡ് വീക്ക് ലിഗാൻഡ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമുക്കൊരു കോംപ്ലക്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഹൈബ്രിഡൈസേഷൻ, അയാളുടെ സ്ട്രക്ചർ, ഇയാൾ ഔട്ടർ കോൺഫിഗറേഷൻ ആണോ ഇന്നർ കോൺഫിഗറേഷൻ ആണോ, ഇതിന്റെ സ്പിൻ ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ, ഇയാളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്, ഈ 5 കാര്യങ്ങൾ കാണാൻ ആ കോംപ്ലക്സിലുള്ള ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നറിയൽ നിർബന്ധമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിഗാൻഡിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് എങ്ങനെ പെട്ടെന്ന് കാണാം എന്നതാണ്. ഒരു ലിഗാൻഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്നൊരു കൺസെപ്റ്റ് പ്രകാരമാണ്. എന്താണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പെട്ടെന്നൊന്ന് പറയാം. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻഡ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. ലിഗാൻഡുകളെ അവരുടെ ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ ഓർഡറിൽ, അത് ഇൻക്രീസിംഗ് ഓർഡർ ആയാലും ഡിക്രീസിംഗ് ഓർഡർ ആയാലും ഒക്കെ, ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ കാണാതെ പഠിക്കാൻ നമുക്കൊരു നിർവാഹവും ഇല്ല. അത് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ അല്ല, അതൊരു എക്സ്പെരിമെന്റൽ ഡാറ്റയാണ്. അപ്പൊ നമുക്ക് എന്നാലും അതിന്റെ ഓർഡർ പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതിനെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. അതായത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അവരുടെ ഡോണർ ആറ്റം ജനറലി ഓക്സിജൻ, സൾഫർ, ഹാലജൻ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും. എങ്ങനെ? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ആ ലിഗാൻഡിന്റെ ഡോണർ ആറ്റം ഓക്സിജനോ സൾഫറോ ഹാലജനോ ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ പറയാം, ഓക്സിജൻ, സൾഫർ, ഹാലജൻ ഇവരാണ് ഡോണർ ആറ്റം എങ്കിൽ ആ ലിഗാൻഡ് വീക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് കാണാം. എക്സാമ്പിൾസ് നോക്കിക്കോളൂ മക്കളെ. ഹാലജൻസിൽ നിന്ന് തുടങ്ങാം. ഹാലജൻസ് ആയിട്ടുള്ള നമുക്കറിയാവുന്ന എല്ലാ ആളുകളും I-, Br-, Cl- ആൻഡ് F-. ഹാലജൻസിന്റെ തീർന്നു. എസ് സൾഫർ വരുന്ന ആരെങ്കിലും അറിയാമോ? SCN-. ഇതിൽ ആദ്യം പറയുന്ന ആളായിരിക്കും ഡോണർ ആറ്റം. ഇത് തിരിച്ചു പറഞ്ഞാൽ NCS- ആയി. അപ്പൊ അതിലെ ഡോണർ ആറ്റം നൈട്രജൻ ആയിരിക്കും. ആദ്യം പറയുന്ന ആളായിരിക്കും ഡോണർ ആറ്റം. അപ്പൊ ഇവിടെ സൾഫർ ആണ് ഡോണർ ആറ്റം. സൾഫർ ഡോണർ ആറ്റം ആയിട്ട് വന്നാൽ അയാൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. വേറൊരാളെ ഞാൻ പറഞ്ഞുതരാം. OH- ആരാണ് ഡോണർ ആറ്റം? ഓക്സിജൻ ആണ്. H2O ആരാണ്? ഓക്സിജൻ ആണ്. വേറൊരാള് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആളാണ് ഓക്സലേറ്റോ അയോൺ. ഓക്സലേറ്റോയെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്സ്, അതിന്റെ ചാർജ് 2- ആണ്. 2-. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, C2O4 2- എന്ന് എഴുതാറുണ്ട്. C2O4 2- എന്ന ഓക്സലേറ്റോ അയോണിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാകും. കാർബൺ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിംഗിൾ ബോണ്ട് O-. കാർബൺ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിംഗിൾ ബോണ്ട് O-. അപ്പൊ ഇവിടെയും ആരാണ് ഡോണർ ആറ്റം എന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ് ഡോണർ ആറ്റം. അതുകൊണ്ട് ഓക്സലേറ്റോ എന്ന് പറയുന്ന ലിഗാൻഡും ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലിഗാൻഡും വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. ഇനി നമുക്ക് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനെ ഒന്ന് പരിചയപ്പെടാം. മക്കളെ നോക്കണേ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിഗാൻഡ് ആണെങ്കിൽ അയാളിൽ ജനറലി അയാളുടെ ഡോണർ ആറ്റം എന്ന് പറയുന്നത് ഒന്നിരിക്കൽ നൈട്രജൻ ആയിരിക്കും, അല്ലെങ്കിൽ കാർബൺ ആയിരിക്കും, അല്ലെങ്കിൽ ഫോസ്ഫറസ് ആയിരിക്കും. സിമ്പിൾ ആണ്. NCP നൈട്രജനോ കാർബണോ ഫോസ്ഫറസോ ആണ് ഡോണർ ആറ്റം എങ്കിൽ അയാൾ ജനറലി സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. എക്സാമ്പിൾസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇത് നോക്കണേ. സയനൈഡിൽ ആരാണ് ഡോണർ ആറ്റം? കാർബൺ ആണ്. കാർബൺ സ്ട്രോങ്ങിൽ പെട്ട ആളാണ്. അതുപോലെ ഇതിന്റെ ഐസോസൈനൈഡ്, ഇതിൽ നൈട്രജൻ ആണ് ഡോണർ ആറ്റം, സ്ട്രോങ്ങിൽ പെട്ടവരാണ്. NCS- ഇതിന്റെ നേരെ ആംബിഡന്റേറ്റ് ലിഗാൻഡ്. അപ്പൊ ഇവിടെ ഡോണർ ആറ്റം വരുന്നത് നൈട്രജൻ ആണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. NH3 അമോണിയ. കാർബൺ മോണോക്സൈഡിലും ആരാണ് ഡോണർ ആറ്റം? ആദ്യത്തെ ആള് കാർബൺ ആണ് ഡോണർ ആറ്റം, സ്ട്രോങ് ആയിരിക്കും. കാർബൺ ഇതിൽ പെട്ട ആളാണല്ലോ, സ്ട്രോങ് ആയിരിക്കും. വേറൊരാളാണ് എത്തിലീൻ ഡയമീൻ. എത്തിലീൻ ഡയമീന്റെ സ്ട്രക്ചർ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എത്തിലീൻ ഡയമീന്റെ സ്ട്രക്ചർ CH2 NH2, ഇവിടെ NH2 ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെയും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള നൈട്രജൻസ് ആണ് ഇവിടെ ഡോണർ ആറ്റം. അതുകൊണ്ട് ഇവരും ഏതിൽപ്പെട്ട ആളാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. വേറൊരാളാണ് EDTA4-. സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നൈട്രജൻ, കാർബൺ, ഫോസ്ഫറസ് ഉള്ള ആര് വന്നാലും അതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. സ്ട്രോങ്ങിൽ പെടുന്ന വേറൊരാളെ ഞാൻ കാണിച്ചുതരാം. അതായത് PPH3 ടൈംസ്. ഇതിനെ വായിക്കേണ്ടത് ട്രൈഫീനൈൽ ഫോസ്ഫീൻ എന്നാണ്. ട്രൈഫീനൈൽ ഫോസ്ഫീൻ. ഫോസ്ഫീനിന്റെ ഫോർമുല PH3 ആണല്ലോ. ആ 3 ഹൈഡ്രജൻ അങ്ങോട്ട് പോയിട്ട് അവിടെയൊക്കെ ബെൻസീൻ റിംഗ് കയറിയിരുന്നു. ബെൻസീൻ റിംഗ് വന്നാലേ നമ്മൾ ഫിനൈലിന് വിളിക്കുക.
അപ്പൊ 3 ബെൻസീൻ റിങ് ഒരു ഫോസ്ഫറസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫോസ്ഫറസ് ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. അതുകൊണ്ട് ഫോസ്ഫറസ് സ്ട്രോങ്ങിൽ പെട്ട ആളായതുകൊണ്ട് അതിനെ സ്ട്രോങ് ലിഗാൻഡ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ വേറൊരാളെയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരാൾ, അതായത് ട്രൈമീഥൈൽ ഫോസ്ഫേൻ. ഇവിടെ ബെൻസീൻ റിംഗ് വന്നതിന് പകരം ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നു, CH3 വന്നു. അങ്ങനെ 3 CH3 വന്ന ഫോസ്ഫറസ് ഉള്ള ഒരാൾ. അപ്പൊ ഫോസ്ഫറസ് ഡോണർ ആറ്റം ആയതുകൊണ്ട് അയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. വേറെ ആളെ കാണിച്ചു തരാം, DMG. ആരാണ് DMG? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈഡന്റേറ്റ് ലിഗാൻഡുകളെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞ ആളാണ് DMG, ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റോ. ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. ഇതേ കണ്ടോളൂ മക്കളെ, ഗ്ലൈമൈനസ്. ആരാ ഗ്ലൈമൈനസ്? ഗ്ലൈസിനേറ്റോ. ഗ്ലൈസിനേറ്റോയുടെ സ്ട്രക്ചറിലേക്ക് ഞാനൊന്ന് ചെല്ലുകയാണ് മക്കളെ. ഗ്ലൈസീൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്ലൈസീൻ. ആരാണ് ഗ്ലൈസീൻ? ഗ്ലൈസീൻ ഇസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഓർമ്മയില്ലേ? ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസീൻ. അപ്പൊ ഗ്ലൈസീനിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: CH2 COOH NH2. ഇതാണ് ഗ്ലൈസീന്റെ സ്ട്രക്ചർ. ഗ്ലൈസീന്റെ സ്ട്രക്ചറിലെ അവസാനത്തെ ഹൈഡ്രജനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് പകരം ഒരു മൈനസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഗ്ലൈസിനേറ്റോ അയോൺ. ഗ്ലൈസിനേറ്റ് അയോൺ എന്ന് നമ്മൾ നോർമലി പറയും. അത് ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ഗ്ലൈസിനേറ്റോ അയോൺ എന്ന് വിളിക്കും. അപ്പൊ നോക്കണേ, ഗ്ലൈസിനേറ്റോയിൽ ആരൊക്കെയാണ് ഡോണർ ആറ്റം? 2 ഡോണർ ആറ്റം ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ബൈഡന്റേറ്റ് ലിഗാൻഡ് ആയത്. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റിലുള്ള ഈ നൈട്രജനും റൈറ്റ് മോസ്റ്റിലുള്ള ഈ ഓക്സിജനുമാണ് ഇവിടുത്തെ ഡോണർ ആറ്റം. നൈട്രജനും ഓക്സിജനും 2 ഡോണർ ആറ്റം ഉള്ളതുകൊണ്ടാണ് ഇവർ ബൈഡന്റേറ്റ് ലിഗാൻഡ് ആയത്. നൈട്രജൻ വന്നാൽ സ്ട്രോങ് ആയിട്ട് പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്സിജൻ വന്നാൽ വീക്ക് ആയിട്ട് പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നൈട്രജനും വന്നു, ഓക്സിജനും വന്നു. അപ്പൊ അതായത് ഒരു എൻഡ് സ്ട്രോങ്ങും വേറെ എൻഡ് വീക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വീക്കും സ്ട്രോങ്ങും ഒന്നിച്ചു വന്നാൽ അതിനെ സ്ട്രോങ് ആയിട്ട് പരിഗണിച്ചോളണം. അപ്പൊ പിന്നെ വീക്കിന്റെ എഫക്ട് ഇല്ലാതെ ആയിപ്പോകും. അപ്പൊ ഓക്സിജനും വന്നു, നൈട്രജനും വന്നു. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നൈട്രജൻ സ്ട്രോങ് ആണല്ലോ. അപ്പൊ ഓക്സിജന്റെ വീക്ക് എന്ന കൺസെപ്റ്റിനെ പിന്നെ നമ്മൾ നോക്കണ്ട, അയാൾ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഗ്ലൈസിനേറ്റോ സ്ട്രോങ്ങിൽ പെട്ടു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലിഗാൻഡിന് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്ന് കാണാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഡോണർ ആറ്റത്തെ അറിഞ്ഞാൽ മതി. ഡോണർ ആറ്റം ഓക്സിജനോ സൾഫറോ ഹാലജനോ ആണെങ്കിൽ അയാൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. ഡോണർ ആറ്റം കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് ആണെങ്കിൽ അയാൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. ലിഗാൻഡുകളെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇയാളുടെ സ്പ്ലിറ്റിംഗ് എനർജിയും പെയറിംഗ് എനർജിയും തമ്മിലുള്ള റിലേഷൻ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ഒന്ന് ആലോചിക്കണേ. അതായത് ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ലോ ഡെൽറ്റ ഒ. വീക്ക് ആണല്ലോ, അപ്പൊ ലോ ഡെൽറ്റ ഒ എന്ന് ആലോചിക്കുക. എന്താണ് ഡെൽറ്റ ഒ എന്ന് ഞാൻ പറയാം. ലോ ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡെൽറ്റ ഒ ഈസ് ലെസ് ദാൻ പി. പി എന്ന് പറഞ്ഞാൽ പെയറിംഗ് എനർജി. ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഇൻ ഒക്ടാഹീഡ്രൽ ഫീൽഡ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഞാൻ അടുത്തതായിട്ട് ചോദിക്കുന്നത്, ഇവിടെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുമെന്നാണോ നടക്കില്ല എന്നാണോ നമുക്ക് കിട്ടുന്ന റിസൾട്ട്? അതായത് മക്കളെ, ഒരു ഇലക്ട്രോണിന്റെ പെയറിംഗ് നടക്കണമെങ്കിൽ അത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും വാലൻസ് ബോണ്ട് തിയറിയുടെ ഒക്കെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ, ഒരു ഇലക്ട്രോണിന്റെ പെയറിംഗ് നടക്കണമെങ്കിൽ അതിനാവശ്യമുള്ള എനർജിയാണ് പെയറിംഗ് എനർജി. പെയറിംഗ് എനർജി ഈസ് ദ എനർജി റിക്വയർഡ് ടു പെയർ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ പെയർ ചെയ്യിക്കാൻ ആവശ്യമുള്ള എനർജിയാണ് പെയറിംഗ് എനർജി. അതിനുവേണ്ടി ഇയാൾ കൊണ്ടുവന്ന എനർജി ഉണ്ടല്ലോ, ലിഗാൻഡ് കൊണ്ടുവരുന്ന എനർജി, ലിഗാൻഡിന്റെ കയ്യിലുള്ള എനർജി, അതിനെയാണ് നമ്മൾ ഡെൽറ്റ ഒ എന്ന് വിളിച്ചത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഡെൽറ്റ ഒ പെയറിംഗ് എനർജിയെക്കാളും കുറവാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പെയർ ചെയ്യാൻ ആവശ്യമുള്ള എനർജി ഇയാളുടെ കയ്യിലില്ല. ഇയാളുടെ കയ്യിലുള്ളത് കുറവാണല്ലോ. പെയർ ചെയ്യാൻ ആവശ്യമുള്ള എനർജിയെക്കാളും ഇയാളുടെ കയ്യിലുള്ള എനർജി കുറവാണ്. അപ്പൊ പെയർ ചെയ്യാൻ ആവശ്യമുള്ള എനർജി ഇല്ലാത്ത സ്ഥിതിക്ക് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് എന്നതാണ് വീക്ക് ഫീൽഡ് ലിഗാൻഡിൽ നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് മക്കളെ ഒന്ന് പഠിച്ചോളൂ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ സ്ട്രോങ് ആണല്ലോ. അപ്പൊ എങ്ങനെ ഓർക്കുക? ഹൈ ഡെൽറ്റ ഒ എന്ന് ഓർക്കുക. ഹൈ ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഒ ഈസ് ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി. അപ്പൊ പെയറിംഗ് എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ പെയറിംഗ് നടക്കാൻ ആവശ്യമുള്ള എനർജി, അതിനേക്കാളും കൂടുതൽ ഈ ലിഗാൻഡിന്റെ കയ്യിലുണ്ട്. അപ്പൊ പെയറിംഗ് നടക്കാൻ ആവശ്യമുള്ള എനർജിയെക്കാളും കൂടുതൽ കയ്യിലുണ്ട്.
പെയറിംഗ് നടക്കാൻ 2000 രൂപയാണ് വേണ്ടത്. പക്ഷെ ഈ ലിഗാൻഡിന്റെ കയ്യിൽ 3000 രൂപയുണ്ട്. അപ്പൊ പെയറിംഗ് നടന്നോളും, ആവശ്യത്തിനുള്ള പൈസ കയ്യിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്, പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ്, നടക്കും എന്നതാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെയും വാലൻസ് ബോണ്ട് തിയറിയുടെയും ഒക്കെ അപ്ലിക്കേഷൻ ആയിട്ട് എക്സാമ്പിൾസ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വളരെയധികം ആവശ്യമുള്ള ഒരാളായതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്കൊരു കോമ്പൗണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഹൈബ്രിഡൈസേഷൻ, സ്ട്രക്ചർ, ഔട്ടർ ഓർ ഇന്നർ കോൺഫിഗറേഷൻ, ഹൈ സ്പിൻ ഓർ ലോ സ്പിൻ കോൺഫിഗറേഷൻ, അയാൾ പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്നിങ്ങനെ നോക്കിയിട്ട് ആൻസർ ചെയ്യാനുള്ള വഴികളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തീർപ്പാക്കാൻ ആ ഒരു വീഡിയോയിൽ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ കാണുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.